ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തി മാവൊക്കെ ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ട് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. അപ്പം നിങ്ങൾക്ക് ചപ്പാത്തി മാവൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ മാവില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. മാവ് ബാക്കിയുണ്ടെങ്കിൽ ആ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്നൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ ശർക്കരയും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫില്ലിങ്ങും യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് വേണം. നെയ്യും അല്ലെങ്കിൽ ബട്ടറും എടുത്താൽ മതി. ഇത് നമ്മൾ ഓരോ ഉരുളകളൊന്ന് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ പരത്തിയ ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ചിലർ പരത്തിയിട്ട് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പരത്തിയതിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നെയ്യ് നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി ഒന്ന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയിട്ട് സാധാരണ ഒരു ബോളാക്കിയിട്ട് എടുക്കുക. വീണ്ടും നമ്മളിതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. വീണ്ടും നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 പ്രാവശ്യം, ആദ്യ പ്രാവശ്യം നമ്മൾ പരത്തിയിട്ട് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ചുരുട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് വലുതാക്കിയിട്ടൊന്നും പരത്തണ്ട, കാരണം കുറച്ചിട്ടൊരു ചപ്പാത്തിയുടെ ഒരു പാകത്തിനൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കരയുടെ ആ ഒരു മിക്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മധുരത്തിൻ്റെ ഫില്ലിങ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ എന്തിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് മടക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. കാണാനൊരു ഭംഗിയാണ്, അതുപോലെ കഴിക്കുമ്പോഴും നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ അട പോലെ വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുക. അപ്പോൾ അടയാകുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നല്ലോ. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിന് പകരം നിങ്ങൾ ഓയിൽ എടുക്കരുത് കേട്ടോ. നെയ്യാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നെയ്യ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അടയുടെ അത്രയും സാധനങ്ങൾ തന്നെ നമുക്കിതിനും മതി. പക്ഷേ അടയേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളത്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അത് കാണാനും കുറച്ച് വ്യത്യസ്തമായിരിക്കും, കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞാനൊന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത്. അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം മാത്രം ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഓയിലിൽ നമുക്കിത് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ടൊന്ന് ക്രിസ്പാക്കി എടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ തവയിൽ നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുത്താലും മതി. അപ്പോൾ 2 ഭാഗം നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നന്നായിട്ട് ഒരുപാട് ഓയിലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതാ ചൂടോട് കൂടി തന്നെ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.